വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. ഇത് നമ്മുടെ മെഗാ അൺബോക്സിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ സ്കൂബി ഡൂവിൻ്റെ, അതുപോലെ തന്നെ ഒരു 80s 90s കിഡിൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ് ഫ്ലിൻസ്റ്റൺസ്. അതിൻ്റെ ഒരു ചെറിയ കാറും നമ്മുടെ മിസ്റ്റർ ഫ്ലിൻസ്റ്റണുമാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതും ദുബായിൽ നിന്ന് തന്നെയാണ്. നമുക്ക് മിസ് ചെയ്യാതെ നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാർട്ടൂൺ നെറ്റ്വർക്ക് മിസ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് ഫ്ലിൻസ്റ്റൺ. അവൻ്റെ ആ വീടും അവരുടെ എന്താ പറയുക ഓൾഡ് സ്റ്റോൺ ഏജിലുള്ള മനുഷ്യന്മാരല്ലേ ഇവർ. അപ്പോൾ എന്താ അടിപൊളിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഭംഗിയിലുള്ള കാർട്ടൂണൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ നമ്മുടെ പണ്ടത്തെ ടോം ആൻഡ് ജെറിയും ഈ ഫ്ലിൻസ്റ്റണും സ്കൂബി ഡൂ ഒക്കെ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺസാണ്. ഇപ്പോഴും ഞാനത് യൂട്യൂബിലൊക്കെ വെച്ച് കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാർട്ടൂണാണ് ഇതൊക്കെ. ഇതാണ് സാധനം. എൻ്റെ വണ്ടിയും ഫ്രെഡ് ഫ്ലിൻസ്റ്റണും എൻ്റെ ഫ്ലിൻഡ് മൊബൈലും അതാണിത്. ഇത് മിസ്റ്റർ ഫ്രെഡ് ഫ്ലിൻസ്റ്റൺ, ഇത് ഫ്ലിൻഡ് മൊബൈൽ. സ്റ്റോൺ ഏജിലുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ മേക്ക് ജാഡ ടോയ്സിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാർട്ടൂൺ കണ്ടവർക്ക് ഇത് അവരുടെ ഫേവറേറ്റ് ആയിരിക്കും തീരുമാനം. ഞാൻ ഇതിൻ്റെ ബാക്കി ഉള്ള അവരുടെ കുട്ടികളും ഡ്രാഗണും എല്ലാം കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും കിട്ടിയാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഷുവറായിട്ടും വെക്കുന്നതാണ്. ഇന്ത്യയിൽ ഇതൊന്നും അവൈലബിൾ അല്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എനിക്ക്. അപ്പോൾ നമുക്കിത് അൺസ്ക്രൂ ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിൻഡ് മൊബൈലും ഫ്രെഡ് ഫ്ലിൻസ്റ്റണും. ഇതും ഡൈകാസ്റ്റാണ്. ഈ കാർട്ടൂൺ കണ്ടവർക്കറിയാം ഇതെല്ലാം വുഡും ഇത് സ്റ്റോണും സ്റ്റോണേജ് ആണല്ലോ. അയ്യോ എനിക്കിത് എന്താ പറയുക ഭയങ്കര ഹാപ്പി. ഞാൻ ഇത് കണ്ടിട്ട് എൻ്റെ ചെറുപ്പകാലമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ ഇവനെ നമുക്കിങ്ങനെ ഇതിനകത്ത് നിർത്താൻ പറ്റും. ഫ്രെഡിനെ പോയി പാം ഫ്രെഡ് അവൻ സ്റ്റോണേജിൽ നിന്ന് ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാ നിൽക്കാൻ അറിയുന്നില്ല. പക്ഷെ നിർത്താൻ പറ്റും. ഞാൻ നിർത്തി നോക്കിയായിരുന്നു. ഇപ്പോൾ എന്തോ പോകുന്നില്ല. അടി കൂടെ നോക്കട്ടെ. ഇതെൻ്റെ ഭയങ്കര എന്താ പറയുക ഫേവറേറ്റ് കാർട്ടൂണായിരുന്നു ദ ഫ്ലിൻസ്റ്റൺസ്. ഇതിൻ്റെ ബാക്കി ഫാമിലിയും നമുക്ക് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവനെ ഞാൻ സൈഡിൽ വയ്ക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് അൺബോക്സിങ്. അപ്പോൾ നമുക്ക് സെക്കൻഡിലോട്ട് പോവാം. അപ്പോൾ അടുത്ത അൺബോക്സിങ് നമ്മുടെ ഹാർലി ഡേവിഡ്സണിൻ്റെ മോട്ടോർ സൈക്കിളുണ്ട്. പിന്നെ അതിലൊരു ഷെഫിയുടെ പിക്കപ്പിലാണ് അതിരിക്കുന്നത്. ഇത് അവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷെവർലെറ്റിൻ്റെ പിക്കപ്പ് 3100 1950 ഒരു പിക്കപ്പാണ്. പിന്നെ 2001 ഒരു ഹെറിറ്റേജ്. നിങ്ങൾ തന്നെ വായിച്ചോളൂ, എത്ര ഒന്ന് കഷ്ടപ്പെടാൻ വയ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അൺബോക്സിങ്. ഇതും ദുബായിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ കവർ പോലും കളയാൻ തോന്നുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ കവറാണ്. പക്ഷേ എൻ്റെ ഷോക്കേസിൽ ഇത് വെക്കാനുള്ള സ്ഥലമില്ല. അതാണ് മെയിൻ പ്രോബ്ലം. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കവറോട് കൂടി തന്നെ വയ്ക്കും. അപ്പോൾ ഇതാണ് സാധനം. നമ്മുടെ പിക്കപ്പും പിന്നെ ഹാർലി ഡേവിഡ്സണിൻ്റെ ബൈക്കും അൺസ്ക്രൂ ചെയ്തിട്ട് അപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെവർലെറ്റിൻ്റെ പിക്കപ്പും പിന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സണിൻ്റെ ബൈക്കും. അപ്പോൾ നമുക്ക് ആദ്യം ബൈക്ക് എടുത്താൽ താഴെ വയ്ക്കാം. എൻ്റെ പിക്കപ്പിനെ നോക്കാം. പിക്കപ്പിൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 1:18 പിക്കപ്പ് ഒരെണ്ണം അൺബോക്സിങ് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു 1:18 പിക്കപ്പ് ആണ്, റെഡ് കളർ പിക്കപ്പ് അൺബോക്സ് ചെയ്തതാണ്. ഇതിൻ്റെ മേക്കർ വന്ന് മെയ്സ്റ്റോ ആണ്. ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവും. അതുപോലെ ടെയിൽ ഗേറ്റും ഓപ്പൺ ആവും.
ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇവിടെ ഷെവർലെറ്റിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഇവിടെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നെയിം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ട്രക്ക്, മെയിസ്ട്രോയുടെ പിക്കപ്പ് ഷെവർലെറ്റിൻ്റെ. ആൻഡ് ഇവൻ വന്ന് ബൈക്കിന് അധികം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഹാർലി ഡേവിഡ്സൻ്റെ നെയിമിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഇത് ഡൈകാസ്റ്റ് ആണ് ഫുള്ളും, ഇത് പ്ലാസ്റ്റിക്കാണ്. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇതെടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ ബൈക്ക് നിൽക്കില്ല, കഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് നിർത്തി വയ്ക്കാം. ഇതാണ് നമ്മുടെ പിക്കപ്പ് ട്രക്കും ബൈക്കും. അടുത്ത് നമ്മുടെ അൺബോക്സിങ് 1:18 സ്കെയിൽ സോളിഡോ ആണ് മേക്കർ. നമ്മുടെ പോർഷെ 911 ടെർബോ ഇതാണ് മോഡൽ. ഈ കവറിൻ്റെ അകത്തെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഓഫീസ്, ഒരു എന്താ പറയുക, ഒരു ഓഫീസല്ല, ഒരു ഷോറൂമിൻ്റെ ഡിസൈനാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോളിഡോ ആണ് ഇതിൻ്റെ മേക്കർ. ഇതും ദുബായിൽ നിന്ന് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ നമുക്ക് ദുബായിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. കാനഡയിൽ 3 വണ്ടിയേ നമുക്ക് കിട്ടിയുള്ളൂ. പാവം എൻ്റെ അനിയൻ്റെ വൈഫിന് ഒട്ടും ടൈം ഉണ്ടായില്ല അത് മേടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് നല്ല ഇവനാണ് നമ്മുടെ 911 ടെർബോ പോർഷെ. പിന്നെ നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ പോർഷൻ്റെ 911 ടെർബോ 3.6 ലിറ്റർ എഞ്ചിൻ്റെ. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് ഇതിൻ്റെ സ്പോയിലർ അടിപൊളിയാണ്. എക്സോസ്റ്റ് സൂപ്പർ. ഡീറ്റെയിലിംഗ് ചോദിക്കാൻ വേണ്ട, സോളിഡോടെ ആകുമ്പോൾ അടിപൊളി ഡീറ്റെയിലിംഗ് ആയിരിക്കും. എൻ്റെ വീലും നല്ല എന്താ വീലിൻ്റെ ഒക്കെ ഒരു ഇത്. ആൻഡ് വീലിൽ വരെ ചെറിയ രീതിയിൽ പോലും പോർഷയുടെ ഇതൊക്കെ ഉണ്ട്, ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ, എനിക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും പേടിയുള്ളൊരു കാര്യം. ഇതാണ് ഇൻറ്റീരിയർ. ഡോർ മെല്ലെ അടയ്ക്കാം. ബൂട്ടും എൻജിൻ സൈസൊന്നും ഓപ്പൺ ആവില്ല. ഇവിടെയും പോർഷയുടെ ലോഗോ ഉണ്ട്. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ്, സൂപ്പർ. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. പോർഷ് ഇതിൻ്റെ ടയറൊക്കെ റബ്ബർ ടയറാണ് കേട്ടോ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വിൻറ്റേജ് കാറാണ്, 1991 മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ അടുത്ത നമ്മുടെ അൺബോക്സിങ് വന്ന് ഒരു സുപ്ര എന്ന് പറയാം. സുപ്ര ടൊയോട്ടയുടെ സുപ്ര ആണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫിലിം കണ്ടവർക്ക്, മൂവി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ക്യാരക്ടറായ ബ്രയാൻ, അതായത് നമ്മുടെ പോൾ വോക്കറിൻ്റെ ഫേവറേറ്റ് കാറുമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അൺബോക്സിങ്. ഇതിൻ്റെ ബാക്കി 2 മോഡൽസ് നമ്മൾക്ക് മേടിക്കും ഫ്യൂച്ചറിൽ, ഇപ്പം മേടിച്ചിട്ടില്ല, മേടിക്കും. ഇത് പിന്നെ നമ്മുടെ പോൾ വോക്കറിൻ്റെ ഒരു ഡയറോമാവും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതും ദുബായിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ദുബായാണ്. കാനഡയുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സ് ഭയങ്കരമാണ്. ദുബായ് ആകുമ്പോൾ ടാക്സ് ഫ്രീ ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലാഭമുണ്ട്. കാനഡയിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. ആൻഡ് ടാക്സ് എല്ലാത്തിനും ഭയങ്കര ടാക്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ടാക്സ് കൊടുക്കുന്ന രൂപയുണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ നിന്ന് 2 വണ്ടി മേടിക്കാം. അത്ര ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പോൾ വോക്കറേയും പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് വണ്ടിയും പുറത്തോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. പിന്നെ നമ്മുടെ ആളുമുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി കണ്ടവർക്കൊക്കെ ഇത് അവരുടെ ഫേവറേറ്റ് കാറായിരിക്കും ആൻഡ് ഫേവറേറ്റ് ക്യാരക്ടറുമായിരിക്കും.
ഇതിൻ്റെ എൻജിൻ നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പറായിട്ടുണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ. ഇതും നമ്മുടെ ജാഡ ടോയ്സിൻ്റെ തന്നെയാണ്. ഡോസ് ഓപ്പൺ ആവും, ഇൻറ്റീരിയർ കാണാൻ പറ്റും. നല്ല ബ്ലൂ കളർ സീറ്റും എൻ്റെ സ്റ്റിയറിംഗ് വീൽ നല്ല അടിപൊളി ബ്ലൂ കളർ, അതൊക്കെ ആയിട്ട് ഞാൻ നല്ല ഡോറ് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബൂട്ടും സൂപ്പറാണ്. എൻ്റെ ടെർബോ അതൊക്കെ കാണാൻ പറ്റും. ഈവൻ സീറ്റിൽ സീറ്റ് ബെൽറ്റും അത്ര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് വരെ ചെയ്തിട്ടുണ്ട്. സീറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ. സൂപ്പറായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ടൊയോട്ടയുടെ ലോഗോ ഉണ്ട്, പിന്നെ ബാക്ക് സൈഡിൽ ലോഗോ ഉണ്ട്, സൂപ്പറാന്ന് എഴുതിയിട്ടുണ്ട്, അതും കാണാൻ പറ്റും. ലോഗോ ആൻഡ് സൂപ്പറാന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്പോയിലർ, ദെൻ എൻ്റെ വീൽ നല്ല സൂപ്പറായിട്ടുണ്ട്, അലോയ് വീലൊക്കെ. ഇതാണ് നമ്മുടെ സൂപ്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് രജനീകാന്തിൻ്റെ ഡയലോഗാണ് വണ്ടിയാണ്. ഇപ്പോൾ ഇത്ര അൺബോക്സ് ചെയ്തതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. മോന് ബാക്കിയുള്ളതെല്ലാം ഇഷ്ടമാണ്, സുപ്ര, GTR, അവൻ്റെ അതൊക്കെ. എനിക്ക് പക്ഷേ വിൻറ്റേജ് കാസിനോടാണ് ഇഷ്ടം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റായ വണ്ടിയാണ് ഇത്. 1932 കാഡിലാക്കിൻ്റെ V16 സ്പോർട്ട് ഫേട്ടൺ, അതാണ് മോഡൽ. ഇത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന എൻ്റെ അനിയൻ്റെ വൈഫിനും മധുവിനും പ്രത്യേകം ഒരുപാട് താങ്ക്സ്. ലവ് യു മധു. കാരണം ഇത് ഞാൻ ഇന്ത്യയിൽ ഒരുപാട് അന്വേഷിച്ചാണ്. ഇന്ത്യയിലുണ്ട്, പക്ഷേ നമ്മുടെ പോക്കറ്റിലൊക്കെ ഒന്നും ഒതുങ്ങുന്ന വിലയല്ല. കാനഡയിലും ഞാൻ അത്യാവശ്യം നല്ല വില കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നിൻ്റെയും വില ഞാൻ പറയില്ല, നല്ല വില കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയിൽ നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് വിത്ത് ടാക്സ് കാനഡയിൽ എനിക്കിത് കിട്ടിയത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് എന്നാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇത് ഓട്ടോ വേൾഡ് ആണ് ഇതിൻ്റെ മേക്കേഴ്സ്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് കാണാം. എനിക്കിത് തുറക്കാനുള്ള ധൃതിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കവർ. ഇതിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. വായിക്കേണ്ടവർക്ക്, ഇതിനെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. വണ്ടിയുടെ അന്നത്തെ റേറ്റ് എന്തായിരുന്നു, ഇന്ന് ഏകദേശം എത്ര വരുന്നുണ്ട്, അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ഇനി വണ്ടി കാണാം. ഇതാണ് സാധനം നമ്മുടെ എന്താ പറയുക, ഞാൻ എൻ്റെ അനിയൻ്റെ വൈഫിനോട് എത്ര താങ്ക്സാണ് പറയേണ്ടത് എനിക്കറിയില്ല. ഓട്ടോ വേൾഡിൻ്റെ എൻ്റെ ഫേവറേറ്റ് എന്ന് വേണേൽ പറയാം. ഓഫ്, സാധനം തന്നെ എൻ്റെ പൊന്നൂ, സൂപ്പർ സാധനമാണ്. ഇവിടെ അതിൻ്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. ഞാൻ മെല്ലെ ഇത് അടുത്ത നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ കാഡിലാക്കിൻ്റെ ഫേട്ടൺ. നല്ല സൂപ്പർ ഡീറ്റെയിലിംഗ്, ഓട്ടോ വേൾഡിൻ്റെയാണ്, ചോദിക്കാൻ വേണ്ട, അടിപൊളി ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഇത് ഒരു കൺവേർട്ടബിൾ കാറാണ്. ഇതിൻ്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ പീസ് ഇതിൽ വേണം ഇട്ട് വയ്ക്കാം. ഇങ്ങനെ അത് ഒരു തുറന്ന് വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക്, അതായത് അവർ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ പോലും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ആ മേലത്തെ പോർഷൻ തുറന്ന് വെച്ച പോലെയാണ്. ഇതെടുത്ത് വെച്ചാൽ ഇതാണ് വയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ അടച്ചൊരു ഫീല് കിട്ടും. പിന്നെ ഇതിൻ്റെ എൻജിൻ റൂമാണ്, അതും അടിപൊളിയാണ്. അതിൻ്റെ കാഡിലാക്കിൻ്റെ ലോഗോ, പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ,
ഇതിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചാൽ ടയർ തിരിയുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഹെഡ് ലൈറ്റും കാര്യങ്ങളും, പിന്നെ സ്റ്റെപ്പിനിയുടെ മുകളിലാണ് മിറർ വരുന്നത്. ഇതെന്താണെന്ന് എനിക്ക് അത്ര ഒരു ഐഡിയ കിട്ടിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കത് മനസ്സിലായില്ല ഇത് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ബാക്കിൽ സീറ്റ്, ഇതാണ് സാധനം. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ മധു, ഒത്തിരി 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 താങ്ക്സ്. ലവ് യു. എൻ്റെ ഫേവറേറ്റ് ഒരു വണ്ടിയായിരുന്നത്. അവളാണ് എനിക്കിത് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ്. ഒത്തിരി താങ്ക്സ് മധു. ഇതാണ് നമ്മുടെ ഫുൾ കാർ. ഇവിടെ ബാക്ക് സൈഡ് നോക്കാനുള്ള മിറർ, അതിന് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഡോറിൻ്റെ ഇത് എന്താ പറയുക, ഡോറിൻ്റെ ഹാൻഡിൽ, ഞാൻ ഒരുപാട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് അൺബോക്സിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.